ശ്രീ എൻ പി ചെക്കുട്ടി, വെള്ളാപ്പള്ളി ആദ്യം നിലമ്പൂരിൽ നടത്തിയ പ്രസംഗം നമ്മളെല്ലാം കേട്ടതാണ്. അതിനോട് ശക്തമായ പ്രതികരണങ്ങൾ തന്നെ കേരളത്തിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്തിട്ടുള്ളതാണ്. അതിനുശേഷം നവോത്ഥാന സമിതി അധ്യക്ഷനായി വെള്ളാപ്പള്ളി തുടരാമോ എന്ന ചോദ്യം വളരെ ശക്തമായി ഇവിടെ ഉയർന്നു വന്നതാണ്. ഈ പരിപാടിയിൽ, വെള്ളാപ്പള്ളിയെ ആദരിക്കുന്ന പരിപാടിയിൽ മുഖ്യമന്ത്രി പോകാമോ എന്ന ചോദ്യം ഉയർന്നു. പക്ഷേ മുഖ്യമന്ത്രി പോകുമെന്നുള്ള കാര്യവും നമുക്ക് ഉറപ്പായിരുന്നു. അദ്ദേഹം പോയി എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളിയെ വാനോളം പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസംഗമാണ് നടത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നാണ് ശ്രീ എൻ പി ചെക്കുട്ടി താങ്കൾക്ക് തോന്നുന്നത്? അത് യഥാർത്ഥത്തിൽ വളരെ ആശങ്കയുണ്ടാക്കുന്ന ചില പ്രവണതകൾ കേരളത്തിലെ പൊളിറ്റിക്സിൽ വികസിച്ചു വരുന്നതിൻ്റെ ലക്ഷണമാണ്. ഒന്നാമത്തെ കാര്യം, മലപ്പുറത്ത് പോയിട്ട് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്ന മട്ടിൽ അദ്ദേഹം സംസാരിക്കുന്നത് മലപ്പുറത്തിലൊരു രാഷ്ട്രീയ കക്ഷിയുടെ നേരെയാണ് എന്ന് പിന്നീട് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിച്ചു. പക്ഷേ മലപ്പുറത്ത് ഇദ്ദേഹം പറയുന്ന മുസ്ലിം ലീഗ് അല്ലാത്ത രാഷ്ട്രീയ കക്ഷിയുണ്ട്. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമായിട്ട് അവിടെ ആരും സങ്കല്പിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തത്. മുസ്ലിം വിരുദ്ധതയുടെ ഒരു സമീപനമാണ് അദ്ദേഹത്തിൻ്റെ നിലമ്പൂർ പ്രസംഗത്തിലുണ്ടായിരുന്നത്. പക്ഷേ ആ പ്രസംഗം കേരളത്തിൽ വലിയ ചർച്ചയായ സമയത്ത് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് ഗൗരവത്തോടു കൂടി ആലോചിക്കുന്ന ഒരാളാണ്. ഈ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള നിലപാടുകൾ BJP-യാണ് ആ നിലപാടുകൾ ഉയർത്തുന്നത്. BJP-യുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഘടകം എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ഒറ്റതിരിച്ച് നിർത്തി, ന്യൂനപക്ഷങ്ങളെ ഒറ്റതിരിച്ച് നിർത്തി നടത്തുന്ന ഈ ഒരു ഹിന്ദുത്വ പ്രചാരവേലയാണ്. അത് കേരളത്തിൽ വികസിക്കുകയാണെങ്കിൽ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം മുന്നേ വരെ ഉണ്ടാക്കിയ അതിൻ്റെ എല്ലാവിധ നേട്ടങ്ങളെയും തകർക്കുമെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയുള്ള ആളാണ് മുഖ്യമന്ത്രി. പക്ഷേ അദ്ദേഹം തന്നെ യഥാർത്ഥത്തിൽ ഒരു പരിധി വരെ ഹിന്ദുത്വ രാഷ്ട്രീയവുമായിട്ട് ഒരു കോംപ്രമൈസിന് ശ്രമിക്കുന്നു. അതിനുള്ളൊരു പാലമായിട്ട് അദ്ദേഹം വെള്ളാപ്പള്ളിയെ കാണുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെള്ളാപ്പള്ളി കുറേ കാലമായിട്ട് അദ്ദേഹത്തിൻ്റെ മകൻ വഴിയായാലും ശരി, BDJS എന്നുള്ള അവരുടെ ഒരു പോക്കറ്റ് സംഘടന വഴിയായാലും ശരി, യഥാർത്ഥത്തിൽ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുമായിട്ട് BJP RSS സംഘവുമായിട്ട് വളരെ അടുത്ത സമ്പർക്കങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ ഇപ്പോൾ ഉള്ള രാഷ്ട്രീയമായിട്ടുള്ള പ്രതിസന്ധിയിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ആ തരത്തിലുള്ള ഒരു പുതിയ അജണ്ട ഉണ്ടാക്കുന്നുണ്ട്. കോൺഗ്രസിനെതിരായിട്ട് ഒരു വിശാലമായ മുന്നണി, അതിനകത്ത് BJP-ക്ക് ആവശ്യമായിട്ടുള്ള ചില സീറ്റുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും അടുത്ത തവണ വീണ്ടും തിരിച്ചു വരാം എന്നൊരു കാൽക്കുലേഷൻ ഉണ്ട്. ആ കാൽക്കുലേഷനിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വെള്ളാപ്പള്ളി മാറുന്നു എന്നാണ്. വെള്ളാപ്പള്ളിയുടെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസ് ഇവിടെ ED വരാൻ പോകുന്നു, CBI വരാൻ പോകുന്നു എന്നുള്ള വാർത്തകളല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തിന്റെ പ്രതികരണവും നമ്മൾ കണ്ടതാണ്. അത് കോടതിയിൽ നേരിടട്ടെ എന്നും രാഷ്ട്രീയമായി നേരിടുമെന്നും. അപ്പോൾ ആ നേരിടൽ എന്ന് പറയുന്നത് ഈ രൂപത്തിലാണെന്നാണോ താങ്കൾ മനസ്സിലാക്കുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, പിണറായി വിജയൻ വലിയൊരു രാഷ്ട്രീയമായ പ്രതിസന്ധിയിലാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ വിശദീകരണം, അദ്ദേഹത്തിൻ്റെ മകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ മകൾ എന്ന നിലയിലാണ് വീണയെ കേസിൽ പ്രതിയാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ PV എന്ന് പറയുന്ന പേര്, ഞാൻ PV-ആയിട്ട് എനിക്കൊരു ബന്ധമില്ല, PV-യെ ഞാൻ അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ മകളായതുകൊണ്ടാണ് ഈ കേസ് ഇവളുടെ പേര് വന്നിരിക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വളരെ ക്ലിയറാണ്. മുഖ്യമന്ത്രി എന്ന് പറയുന്ന പദവിയിലിരിക്കുന്ന ഒരാളോട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി തന്നെയാണ് ഈ കമ്പനി ഇവർക്ക് പണം കൊടുത്തിരിക്കുന്നത്. അല്ലാണ്ട് മറ്റ് സർവീസൊന്നും കൊടുത്തതായിട്ട് മുഖ്യമന്ത്രിക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല, ബന്ധപ്പെട്ട കമ്പനിക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല. അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ കേന്ദ്രം ഭരിക്കുന്ന ആളുകളുമായിട്ട്, കേന്ദ്ര സർക്കാരുമായിട്ട്, കേന്ദ്ര ഭരിക്കുന്ന പാർട്ടിയുമായിട്ട് പലവിധ ബന്ധങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമാണ്. അതൊരു പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി യഥാർത്ഥത്തിൽ അത്തരം പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണർന്ന് ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന ആളാണ് പിണറായി. കാരണം വെള്ളാപ്പള്ളിയുടെ മകൻ പണ്ട് ഗൾഫിൽ പോയിട്ട് അവിടെ ഒരു കേസ് കുടുങ്ങി. ആ കേസ് കുടുങ്ങിയ സമയത്ത് എത്ര ജാഗ്രതയോടുകൂടിയാണ് മുഖ്യമന്ത്രി അതിൽ ഇടപെട്ട് അദ്ദേഹത്തെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത്. അപ്പോൾ ഒരു പാലം അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു പാലം ഇങ്ങോട്ട് വിടും. അപ്പോൾ അങ്ങോട്ട് വെള്ളാപ്പള്ളിക്ക് ഒരു പ്രതിസന്ധി വന്നപ്പോൾ, മകനെ ഒരു കുഴപ്പത്തിൽ ചെന്ന് കേട്ടപ്പോൾ, മകളുടെ കാര്യം വരുമ്പം വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിന് ഡൽഹിയിലൊക്കെ ഉള്ള സ്വാധീനവും ശക്തിയും ഒക്കെ ഉപയോഗിക്കും എന്നുള്ളൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടാവും. ഇതിനൊക്കെ യഥാർത്ഥത്തിൽ ഈഴവ സമുദായത്തിനെ ഒരു ബലിയാടാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു കച്ചവടമാണ്. ഞാൻ നേരത്തെ വിദ്യാസാഗറിനോട് ചോദിച്ച അതേ ചോദ്യം ഞാൻ താങ്കളോടും ചോദിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈഴവ വോട്ടുകൾ വലിയ തോതിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു CPM-ന്. ആ വോട്ടുകൾ പോയിരിക്കുന്നത് BJP-യിലേക്കാണ്. അതെങ്ങനെ സംഭവിച്ചു? അത് വെള്ളാപ്പള്ളിയുടെ സ്വാധീനം കൊണ്ടാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ CPM കരുതുന്നത്. അതുകൊണ്ടാണല്ലോ വെള്ളാപ്പള്ളിയെ പിണക്കാതെ കൊണ്ടു നടക്കുന്നത്.
അല്ല ആ വോട്ടുകൾ ഞാൻ ചോദിക്കട്ടെ, മലബാർ സൈഡിലൊക്കെ വെള്ളാപ്പള്ളിക്ക് അത്ര വലിയ സ്വാധീനമൊന്നുമില്ല. പക്ഷെ മലബാർ സൈഡിലും വോട്ടുകൾ പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ചുള്ള CPM-ൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അടിസ്ഥാന ഘടകമായിരുന്ന കീഴാള സമൂഹങ്ങൾ അവരിൽ നിന്ന് അകന്നു പോവുകയാണ്. അപ്പോൾ ആ അകന്നു പോകുന്ന വിഭാഗങ്ങളെ ഇനി അടുപ്പിക്കാനുള്ളൊരു വഴി മുഖ്യമന്ത്രിയും എല്ലാവരും കാണുന്നൊരു കാര്യം, ഇതിനകത്ത് വർഗീയമായിട്ടുള്ള ഒരു പ്രചാരവേല വഴി ഈ സമുദായങ്ങളെ രാഷ്ട്രീയമായിട്ട് കൂടെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് BJP-യും ചെയ്യുന്നുണ്ട്. BJP ഇവർ തമ്മിൽ ഒരു പരസ്പര സഹകരണത്തിന്റെ അന്തരീക്ഷം പല സ്ഥലങ്ങളിലും ഉണ്ടായി വരുന്നുണ്ട്. അതൊരു റിയാലിറ്റിയാണ്. പ്രസംഗത്തിന് തൊട്ടു പിന്നാലെയാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് നോമ്പുകാലത്ത് മലപ്പുറത്ത് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടില്ല എന്ന്. അപ്പോൾ അതിനൊരു തുടർച്ചയുണ്ടാവുകയാണ്. വെള്ളാപ്പള്ളിക്ക് വേണ്ടി ശശികല വരികയാണ്. ഇങ്ങനെയാണ് അതിന്റെ ഒരു റൂട്ട് അങ്ങനെയാണ്. ഞാൻ പറയില്ലേ, BJP RSSന്റെ നിലപാടുകൾ നമുക്കൊരു പുതിയ സംഭവമൊന്നുമല്ല. എല്ലാ കാലത്തും അവർ ഇവിടെ നമ്മുടെ മണ്ണാർക്കാട് അടുത്തൊരു ആന ചരിഞ്ഞൊരു സംഭവം ഉണ്ട്. എങ്ങാണ്ട് പിന്നെ ഇത് വായിലെന്തോ ഇത് പൊട്ടിയിട്ട് പിന്നെ ചരിഞ്ഞു പോയതാണ്. അത് മലപ്പുറത്താണ് ആന. സത്യത്തിൽ മലപ്പുറത്തിൻ്റെ അപ്പോൾ പാലക്കാട്ടാണ് ആന ചരിഞ്ഞത്. അതുപോലും മലപ്പുറക്കാരുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ കക്ഷി നേതാക്കളുമാണ് ഡൽഹിയിലിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചുള്ള എന്ത് വിഷയം കിട്ടിയാലും മുസ്ലിങ്ങൾ അടിക്കുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയാണ്. ആ തരത്തിലുള്ള അജണ്ട മലപ്പുറത്ത് ഞാൻ ചോദിട്ടെ, നോമ്പ് കാലത്ത് സുരേന്ദ്രന് വെള്ളം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ ചിരിക്കൂലേ? പണ്ട് ഇതേ തരത്തിലുള്ള പ്രചാരവേല ഞാൻ പ്രതികരിച്ചു കഴിഞ്ഞു അതിനോട്. നോമ്പുകാലത്ത് വയറ് പൊട്ടുന്ന രീതിയിൽ ഭക്ഷണം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് നമുക്കൊക്കെ അനുഭവമില്ലേ ശ്രീ എൻ പി ചെക്കുട്ടി? ഇതൊക്കെ എല്ലാവർക്കും അറിയാം. അല്ലേ, നമുക്ക് അടുത്ത വീടുകളിൽ നിന്നും എന്തൊക്കെയാണ് വിഭവങ്ങൾ വരാറ്? ഈ നാട്ടിലല്ലേ ജീവിക്കും. അല്ല, ഞാൻ പറയുന്നത് ഇതൊക്കെ ഞാൻ ഈ മലബാറിൽ ജീവിക്കുന്ന ആളാണ്. എനിക്ക് ഈ പ്രദേശവുമായിട്ട് വളരെ അടുത്ത ബന്ധങ്ങളുണ്ട്. ഈ പറയുന്ന സുരേന്ദ്രനും ഈ നാട്ടുകാരനാണ്. സുരേന്ദ്രൻ അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അദ്ദേഹം മനഃപൂർവ്വം കള്ളം പറയുന്നു. പക്ഷേ ആ തരത്തിലുള്ള കള്ളത്തരം പ്രചരിപ്പിക്കൽ BJP-യുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്, വർഗീയ വിഭജനത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിന് സത്യത്തിൽ വെള്ളാപ്പള്ളിയെ പോലെ ഒരാൾ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. അദ്ദേഹം നാരായണഗുരുവിൻ്റെ പേരിലൊരു പ്രസ്ഥാനത്തിൻ്റെ, ശ്രീനാരായണ ധർമ്മ പരിപാലന പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം എന്തിനു വേണ്ടി അവിടെ ഇരിക്കുന്നതായാലും ശരി, അദ്ദേഹത്തിന് കാശുണ്ടാക്കാനായിരിക്കും. പക്ഷെ എന്തായാലും ശരി, നാരായണഗുരുവിനെ പോലെ ഒരാളോട് ചെയ്യുന്ന അനീതിയാണ് സത്യത്തിൽ ഈ വെള്ളാപ്പള്ളിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനം. കാരണം ഗുരു ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയില്ല. സാമുദായികമായിട്ടുള്ള ഭിന്നത ഒരിക്കലും ഗുരുവിൻ്റെ രാഷ്ട്രീയ ചിന്തയുടെ ഭാഗമല്ല. എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്തുന്ന ഒരു ദർശനമാണ് ഗുരുവിൻ്റേത്. അതിനെ അപഹസിക്കുന്ന, അതിനെ അപമാനിക്കുന്ന ഒരു നിലപാടിലേക്ക് വെള്ളാപ്പള്ളി പോയിട്ടുണ്ട്. പിണറായി വിജയൻ ഏറ്റവും ചുരുക്കി ഗുരുവിനോട് ബഹുമാനം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ആളെ പുകഴ്ത്താൻ വേണ്ടി സമയം മെനക്കെടുത്താൻ പാടില്ലായിരുന്നു. Debate with Smriti Parathikkad.